ഹലോ, ഇന്നത്തെ വീഡിയോയിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ യൂസസും ലിമിറ്റേഷൻസുമാണ് മെയിനായിട്ട് നോക്കുന്നത്. ആദ്യം തന്നെ മൈക്രോ എക്കണോമിക്സിൻ്റെ അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ആദ്യത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത വിപണികളിൽ വില നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നും ആവശ്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഭവങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അല്ലെങ്കിൽ വിനിയോഗപ്പെടുത്തുന്നതെന്നും വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഈ ഒരു മൈക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ യൂസ്. രണ്ടാമത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ പരിമിതമായ തോതിൽ നമുക്ക് പ്രവചനങ്ങൾ നടത്താനായിട്ട് ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വിളകളെയും ഉൽപ്പാദനത്തെയും ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങൾ വിശകലനം ചെയ്യാനായിട്ടുള്ള ഉപാധികൾ ആർക്ക് നൽകാൻ കഴിയും? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകാനായിട്ട് കഴിയും. അതിൽ തന്നെ വരുന്നതാണ് ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ വില അല്ലെങ്കിൽ വേതന, ഇതിലൊക്കെ ഈ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ്, അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന വിഭവങ്ങളുടെ വിനിയോഗത്തിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ മാറ്റം ഉൾക്കൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ വിശകലനം ചെയ്യാനായിട്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കഴിയും. അതുപോലെ തന്നെ സാമ്പത്തിക ക്ഷേമത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗ നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ രീതികളുണ്ട് അല്ലെങ്കിൽ പഠനങ്ങളുണ്ട് എന്നുള്ളത് നിർദ്ദേശിക്കാനും ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ പദ്ധതികളിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസ് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു വിഭവം വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനുള്ള യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൈക്രോ എക്കണോമിക്സിന് കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പദ്ധതികളുടെ ചിലവുകൾ, നേട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഒരു മൈക്രോ എക്കണോമിക്സിൽ നിന്ന് കണക്കാക്കാനായിട്ട് സാധിക്കും. രീതികൾ ഇതിൽ അവൈലബിൾ ആണ്, ലഭ്യമായതിനാൽ തന്നെ നമ്മുടെ ഈ വിനിയോഗക്രമം കാര്യക്ഷമമാക്കാനും ഈ ഒരു സൂക്ഷ്മ എന്തെങ്കിലും വിഭവങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും എന്തിനു കഴിയും? ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കഴിയും. അതുപോലെ തന്നെ സ്വകാര്യ വ്യവസ്ഥകളുടെ പ്രവർത്തനം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഒരു മൈക്രോ എക്കണോമിക്സിന് സാധിക്കും. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ് അഥവാ യൂസസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് വരുന്നത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. മെയിനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാധാരണമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണ തൊഴിലവസ്ഥയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അപര്യാപ്തമാണ് എന്നാണ് പറയുന്നത്. അതും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത വിശകലന രീതിയാണ്. അതായത് ഇതൊരു പൂർണ്ണ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സാധാരണ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു വിശകലന രീതിയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളത് എന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നാമത്തെ പോരായ്മ അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾക്ക് യോജിച്ചതാണ് ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് രണ്ടാമത്തെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അതായത് ഒരു പൂർണ്ണ മത്സരമുള്ളതും അല്ലെങ്കിൽ സ്വതന്ത്രതാവാദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമാണ് ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതുകൊണ്ട് തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണ് ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നതാണ് രണ്ടാമത്തെ പോരായ്മയായിട്ട് പറയുന്നത്. ആ രണ്ടാമത്തെ ലിമിറ്റേഷൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രയോഗക്ഷമത എന്ന് പറയുന്നത് പരിമിതമാണ്, ലിമിറ്റഡ് ആണ് എന്നുള്ള രീതിക്കും പറയാവുന്നതാണ്. പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ് നമുക്ക് ഈ ഒരു മൈക്രോ എക്കണോമിക്സിൽ വിശകലനം ചെയ്യുന്നത്. പക്ഷേ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രവർത്തനം എന്താണെന്ന് ഈ ഒരു മൈക്രോ എക്കണോമിക്സിൽ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് അങ്ങനെ വിശകലനം ആവശ്യമായിട്ട് വരേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്രോ എക്കണോമിക്സിന് അതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഓക്കെ, അതായത് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം വിശകലനം ചെയ്യാനായിട്ട് മൈക്രോ എക്കണോമിക്സിന് കഴിയില്ല. അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഇനി ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പല സാമ്പത്തിക പ്രശ്നങ്ങളും നമുക്കിപ്പോൾ വിശകലനം ചെയ്യുന്നതിന് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾ നമുക്ക്
അപര്യാപ്തമല്ല അല്ലെങ്കിൽ പ്രായോഗികമല്ല. മാത്രമല്ല ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തിഗത യൂണിറ്റുകളെ സംബന്ധിച്ച് ഉള്ള വിശകലനമാണ്. പക്ഷെ അത് മൊത്തം സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ശരിയാകണമെന്നില്ല. അതായത് ഇതിപ്പം വ്യക്തിഗത യൂണിറ്റുകളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിശകലന രീതിയായിരിക്കാം, അത് മൊത്തം സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച ഒരു വിശകലന രീതിയാക്കാനോ അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യാനോ സാധിക്കില്ല. അതും ഈ ഒരു മൈക്രോ എക്കണോമിക്സിൻ്റെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മാക്രോ എക്കണോമിക്സ് തുടങ്ങി വയ്ക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.